ഇനി ഇതില് മറ്റേ മസാലയൊക്കെ ഇതില്ലേ ഇല്ല ഡയറക്റ്റ് ഷെഫ് ജാസു ജാസുവിന്റെ വക സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ജാസു എന്താ ഇതിലിട്ടിരിക്കുന്നത്? ഇതിലേക്ക് നമ്മള് ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഇട്ടിരിക്കുന്നത്. ആ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് ഇപ്പൊ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും കൂടെ അരച്ച് ഇട്ടതല്ല. അതെ, അത് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും, പാചകം അറിയുന്നവർ. ഉള്ളി, തക്കാളി, പച്ചമുളക്, കഴുകി വെച്ച ചിക്കൻ എല്ലാം കൂടി ചേർത്ത് ജാസിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി സെറ്റാക്കാൻ പോവാണ്. പൊടികൾ ഇവിടെ ഇത് മാത്രം വെച്ചാൽ പോരാ, പൊടികൾ വേണം. പൊടികളാവും മറന്നു ഓർമ്മിപ്പിക്കുക. കഴിയുമ്പോഴത്തേന് നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കണം. സവാള നമ്മുടെ ഒരു ചിക്കൻ എത്രത്തോളം ഉണ്ടോ അതിന് പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ പാളിപ്പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. കുറച്ച് ഉപ്പ് വേണം, കാരണം സവാള ഒന്ന് വാടത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കും. പഞ്ചസാര ഒന്നല്ലല്ലോ, ഉപ്പ് തന്നെയല്ലേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ദെൻ മൂടി വെച്ചിട്ട് അടയ്ക്കുക. ഉള്ളി ഒന്ന് പാകത്തിന് സെറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മളൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. ആ ഭാഗം സൈഡ് ഓക്കെ മതി. അതിനെ ഞാൻ കൈ വാഷ് ചെയ്തത്, കാരണം ഈ കൈ ഉപയോഗിക്കുമ്പോഴേ എല്ലാം വേഗം വൃത്തിയില്ലാതെ ചെയ്തോളൂ. ആ കൈ വാഷ് ചെയ്ത് വീഡിയോ അങ്ങനെ പാകമായിട്ടില്ല ഉള്ളി. ഇച്ചിരി ഈ തക്കാളി ഇങ്ങനെ ആയിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, തക്കാളിയും ഉള്ളിയും എല്ലാം ഈ ഒരു രൂപത്തിൽ പരുവാകുമ്പോൾ ആദ്യം തീ കുറച്ചൊന്ന് കുറയ്ക്കണം. കാണിക്കണം, ആദ്യം തീ കുറച്ചൊന്ന് കുറയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം പൊടികൾ കൈവാക്കിന് ഇതൊരു കൈവാക്ക് നോക്കിയിട്ടിടുവാണ്. മല്ലിപ്പൊടി എന്താ വേണ്ടേ? ചിക്കൻ മസാല, ചിക്കൻ മസാല, മുളക്. എന്നിട്ട് സ്ലോ കുക്ക് ചെയ്യണം. ഇതിനകത്തേക്ക് എടുത്തു വെച്ചോ. മൂടി നന്നായിട്ടിടേ. മുളക് പൊടി ഇട്ടായിരുന്നോ? ഇട്ടിട്ട് ഇച്ചിരി എരിവ് കുറഞ്ഞാലേ ഉള്ളൂ, കാരണം എനിക്ക് പേടിയാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് എണ്ണ തെളിയുന്ന ആ ഒരു പാകം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കനോട് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം പരിപാടി കഴിയും. ഓക്കെ, നീ ഒന്ന് ഇതാക്കിയാലേ. ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇടാം. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അബുദാബിയിൽ ഇവിടം വരെ വന്നിട്ട് പണിയെടുപ്പിക്കുന്നത് നോക്ക് ഗൈസ്. ഓക്കെ, നമ്മള് ഇനി അവസാന പരിപാടി ജാസു സ്പെഷ്യൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ജാസുവിന്റെ ചിക്കൻ. യെസ്, ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളം എല്ലായിടത്തേക്കും ഒന്ന് എത്തണം. ഓക്കെ, നമ്മളിത് ഒരുപാട് അങ്ങനെ ചാറ് വേണ്ടാത്ത രീതിയാണ് നോക്കുന്നത്. എങ്ങനെ അവസാനം വരുന്നതെന്ന് കണ്ടറിയാം. നമ്മൾ ചിക്കൻ ചപ്പാത്തിക്ക് വേണ്ടുന്ന ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർത്തിട്ടില്ല. ഇനി അവസാനം ചിക്കനിൽ നിന്ന് ഇറങ്ങിക്കോളും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കാര്യമായതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. ചിക്കൻ കറി വെക്കാത്ത ആരും തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഞാൻ വെച്ചിട്ടില്ല. ആണ് കടക്ക് പുറത്ത് നിന്നെ അടുക്കളയിലേക്ക് കയറ്റാൻ തന്നെ പാടില്ല. ചിക്കൻ കറി വെക്കാത്ത ഒരാൾ എൻ്റെ ക്ലാസ്സിൽ വേണ്ട. അതിനുശേഷം നമ്മൾ ചുമ്മാ 2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. മൂടി വെക്കാം. ഇത് സ്ലോ കുക്കിംഗ് ആണ്. ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് നോക്കാം. ഇഷ്ടമായ ചിക്കൻ കറി റെഡി. ജാസു സ്പെഷ്യൽ ചിക്കൻ കറി നല്ല സ്മെല്ലുണ്ട് അല്ലേ? ചപ്പാത്തി ഗൈസ്, അപ്പോ ചപ്പാത്തിക്ക് പറ്റുന്ന ചിക്കൻ കറി ഓവർ ചാറ് ഇട്ടിട്ടില്ല. അതേ നോക്കിയോ, ഈ ഒരു ലെവലിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സ്
വലിയ ചാറ് ഇഷ്ടമുള്ള ആൾക്കാരല്ല. അപ്പം അതുകൊണ്ട് അത്യാവശ്യം ഒരു തിക്ക് ഗ്രേവിയിൽ ചെയ്യുന്ന രീതിയാണ് എടുത്തേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വെച്ച് നോക്കി. ഇനി ചപ്പാത്തിയും കൂടെ കൂട്ടി ഞങ്ങളൊരു പിടി പിടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ല. ഓക്കെ ഓക്കെ.